ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർത്തടമായി കവിയുടെ ഗാനരസാമരയിലൊരു കനക കിരീടമിതണിയുമോ ഗംഭീരമായിട്ട് പാടുന്നു. ഈ പുള്ളിക്ക് സിനിമയിലൊക്കെ പാടായിരുന്നു. കടുപ്പത്തിലൊരു കട്ടൻ. ഇതിനെ നീ പാലുകൂടി നിർത്തിയില്ലേ? ഇതിവിടെ ഇരിക്കട്ടെ. ഇതെന്താ പതിവില്ല ഈ വഴിക്ക്? എന്തേ ഞാൻ കട്ടൻ കുടിച്ച് ഇറങ്ങൂല്ലേ? ആ കട്ടൻ ഇവിടെ കിട്ടില്ലല്ലോ. അതാ ഞാൻ അങ്ങോട്ട് നടക്കുക. ശരി ശരി ശരി. എന്താ കുഞ്ഞെ? എടാ നീ സ്ഥലം നോക്കുന്നുണ്ട് സതീശൻ പറഞ്ഞായിരുന്നു. അത് ജയശ്രീക്ക് വേണ്ടി നോക്കാം. ഓ, ഞാൻ പറ്റിയൊരു പാർട്ടി നോക്കിയിരിക്കുവായിരുന്നു. നിന്നെ കണ്ട സൗകര്യം. എന്നാ സംഭവം? എടാ ഒരു മപ്പ് സംഭവം വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോയി. ഇപ്പോഴോ? ആ എടാ ഇപ്പൊ വരാം. എങ്ങോട്ടാ? നീ വാ, വണ്ടി എടുക്ക്. തോമസേ, ഇവന്റെ ആശാന്റെയും പൈസ എന്റെ പറ്റിലെഴുതിക്കോ. ഏത് പറ്റില്? ഞാൻ തന്നേക്കാം. മിസ്റ്റർ പരേരാ, വർക്കിച്ച ഇത് കൊറേ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്താ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കൊരു 10 സെന്റ് മതി. എടാ നിന്റെ വണ്ടി പേപ്പർ ഇരിപ്പുണ്ടോ? പേപ്പർ? എടാ കാര്യമുണ്ട്, നീ പേപ്പർ എടുക്ക്. ഇത് മൊത്തത്തില് 54 സെന്റ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്ലോട്ട്. 54 സെന്റ്. നിനക്ക് എത്ര വേണ്ടത്? എനിക്ക് 10. 10. എനിക്കും വേണം 10. എൻ്റെ 10. അപ്പോ 10ഉം 10ഉം 20. മിച്ചം എത്ര ഉണ്ട്? 34. 34 ബാലൻസ്. ജയകൃഷ്ണ, നിനക്ക് സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടിയാലും ഇത് 1.5 മുറച്ച് വിറ്റൂടാ? വിൽക്കാൻ പറ്റും? ആ, 1.5 മറച്ചു വിൽക്കാം. മറിച്ച് വിൽക്കരുത്. നമ്മളിതൊരു 2 രൂപയ്ക്ക് വിൽക്കണം. ഏറ്റവും കുറഞ്ഞത് 1.25. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ 20 സെന്റ് നമുക്ക് കാശ് കൊടുക്കാതെ ചുളൂനിങ് പോരും. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ ഈ സ്ഥലത്ത് നിന്ന് 2 ലക്ഷമോ 1.25 ലക്ഷമോ ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കറക്റ്റ്. എടാ നമ്മളത് ഇങ്ങനെ കൊടുത്താലും ഒരിക്കലും കിട്ടൂല. നമ്മളിത് വാങ്ങി വൃത്തിയാക്കി റോഡ് ലെവലാക്കുന്നു. പിന്നെ നമ്മൾ 4 സെന്റ് വഴിക്ക് വിടുന്നു. ബാക്കിയുള്ള 30 സെന്റ് നമ്മൾ 10 സെന്റിന്റെ 3 പ്ലോട്ടുകളാക്കി എടുത്താല് നമ്മൾ ചോദിക്കുന്ന കാശ് കിട്ടും. പരിപാടികളൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ മേടിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം. എന്റെ 10 സെന്റിന്റെ പൈസ പോലും ഫെബ്രുവരി മാസം കൊണ്ട് കയ്യിലാകത്തേ ഉള്ളൂ. എടാ അതിന് നമ്മളിപ്പോ എഴുതിക്കുന്നില്ലല്ലോ. നമ്മൾ തൽക്കാലം ടോക്കൺ കൊടുത്തു നിർത്തും. 6 മാസത്തിന് ശേഷം രജിസ്ട്രേഷൻ. എടാ അതിനു മുമ്പ് നമുക്ക് കച്ചവടമാക്കാം. എടാ റിസ്ക് എടുക്കാണ്ട് കാര്യം നടക്കില്ല. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്. എടാ നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നിനക്കെല്ലാം മനസ്സിലാവും. പക്ഷെ എല്ലാം മനസ്സിലാക്കി തരണം. മാത്രമല്ല നിനക്ക് റിസ്ക് എടുക്കാനുള്ള പേടിയുണ്ട്. റിസ്കിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ആദ്യം ആ ചെറിയ സമ്മതിക്കും നോക്ക്. അല്ലെങ്കിലും ആളൊരു കച്ചറ. എടാ അതിന് ചെറിയാനോടൊക്കെ എന്തിനാ സമ്മതം ചോദിക്കുന്നു? അതെ, ഈ സ്ഥലം ചെറിയാൻ്റെ അല്ല, നമ്മുടെ മേഖലാത്തെ ജേക്കപ്പച്ചാൻ്റെയാ. ചെറിയാൻ ചുമ്മാ ഇവിടെ കച്ചവടം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എടാ അതൊക്കെ സതീശൻ കൈകാര്യം ചെയ്തോളും. ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അധികം ആലോചിച്ചാൽ ഒന്നും നടക്കില്ല. എടാ നമ്മൾ ഈ പ്രായത്തിൽ റിസ്ക് എടുക്കണ്ടോ? പിന്നെ നോക്കാം. സതീശ വാ. അച്ചായോ, ദേ നമ്മുടെ ഇലിഞ്ഞിപ്പാറയിൽ കട നടത്തിക്കൊണ്ടിരുന്ന മരിച്ചുപോയ വർഗീച്ചന്റെ മോനാ ഫിലിപ്പ്. ഇത് പിന്നെ നമ്മുടെ കവലയുടെ അപ്പുറത്തെ വർഷം നടത്തുന്നത് ഈ ജയകൃഷ്ണ. ഞങ്ങൾ വന്നതേ അച്ചായ, ഞങ്ങൾ ഇന്ന് നമ്മുടെ അമ്പാറിലെ സ്ഥലം പോയി കണ്ടായിരുന്നു. ഇവർക്ക് സ്ഥലമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകാറില്ല. അസുഖം വന്നതിന് ശേഷം ഞാൻ പുറത്തേക്കെങ്ങും അധികം ഇറങ്ങാറില്ല. എന്തായിരുന്നു അസുഖം? ലിവർ സിറോസിസാ. വേണുഗോപാലൻ ഡോക്ടറെയാ ഇപ്പൊ കാണിക്കുന്നത്. അച്ചായ സമയം കളയാതെ വില അങ്ങോട്ട് പറ. സതീശൻ അറിയാമല്ലോ, ആ കട ഒരുത്തൻ കത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ചെറിയാൻ എല്ലാ പ്രാവശ്യം പോലെ ഇതും മുടക്കാൻ വന്നേനെ. എൻ്റെ അപ്പൻ അവിടെ ചായക്കട നടത്താൻ നിസ്സാര വാടകയ്ക്ക് കൊടുത്തതാ.
പിന്നെ അവിടെ നിന്ന് അവന് ഒഴിയാണ്ടായി. ഇനിയിപ്പോൾ ഏതായാലും അവൻ്റെ ശല്യം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാവുന്ന സ്ഥലമല്ലേ, നിങ്ങൾ മനസ്സിൽ കണ്ട വില പറ. ഞങ്ങൾക്ക് ഒക്കുന്നതാണെങ്കിൽ പറയാം. ആ, ആ. അല്ല ചായ, സ്ഥലം ഇച്ചായൻ്റെ ആണല്ലോ. അപ്പൊ ഇച്ചായൻ മനസ്സിലൊരു വില കണ്ട് കാണുമല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് 1.5. അയ്യോ ഇച്ചായ, അത് കുറച്ച് കൂടുതലാണ് ഈ 1.5 എന്നൊക്കെ പറഞ്ഞാല്. അതെ, ഞാൻ അന്യായ വിലയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അതങ്ങനെ നോക്കാതെയും കാണാതെയും കിടക്കുന്നുണ്ടാ. വൃത്തിയാക്കി പ്ലോട്ടായി തിരിച്ചാലേ ചോദിക്കുന്ന വില കിട്ടുമെന്ന് എനിക്കറിയാം. ഇച്ചായ, ഇത്രയും സ്ഥലമുള്ളത് കൊണ്ടാണ് ഒക്കാത്തത്. ഞാൻ എൻ്റെ വില പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ. അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്ക് മാറി സംസാരിക്കാം. വാ. ഇച്ചായ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ, വാ വാ. വാ. അതെ, മുമ്പ് പറഞ്ഞതിനേക്കാളും എന്നാ കയറ്റി വെക്കാൻ പറ്റും? ഒന്ന് ഒന്നിനൊന്നും അയാൾ സമ്മതിക്കത്തില്ല. നീ അതിന് മേലെ വല്ലതും പറഞ്ഞു നോക്ക്. 1 മേലെ എന്നൊക്കെ പറഞ്ഞാല് ഒരു 1.10 നടക്കുമോ? ആ, പറഞ്ഞു നോക്കാം. ഇന്ന് തന്നെ ടോക്കൺ തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പിന്നെ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാൻ വല്ലതും കയ്യിലുണ്ടോ? ഫണ്ട്സ് അല്ലേ? ആ, അത് റെഡിയാക്കാം. ഉണ്ടോ? അതെ, ഇത് മറച്ചു വെക്കാൻ പറ്റൂലല്ലോ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയെ കുറിച്ച് ഇവർക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പറയുക, നിങ്ങളിത് വിട്ടുകളഞ്ഞാല് നിങ്ങൾ കാണിക്കുന്നത് പുലോക മണ്ടത്തരവാ. സെറ്റാണ്. ആണോ? ഓക്കെ, ആ സെറ്റ്. എന്നാ വാ. ആ അച്ചായ, 1.10 നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഇപ്പൊ തന്നെ ഒരു ടോക്കൺ അഡ്വാൻസും തരാം. സ്റ്റെല്ലേ, നീ ഇവർക്ക് ചായ കൊടുക്കുക. ചേച്ചി, എനിക്ക് മധുരം കുറച്ച് മതിയേ. എനിക്കെടുക്കണ്ട. എനിക്ക് മധുരം ഒട്ടും ഇടണ്ട. നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കുരിശു വരയ്ക്കാൻ തുടങ്ങുമായിരുന്നു. ആണല്ലേ? അതൊരു നല്ല ലക്ഷണമായതുകൊണ്ട് നമുക്ക് 1.10 ഉറപ്പിക്കാം. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ ചായ 1 രൂപ ഇപ്പൊ ടോക്കൺ ആയിട്ട് അങ്ങ് തരാം. പിന്നെ അഗ്രിമെന്റ് കാര്യം അത് നാളെ മറ്റന്നാളോ സൗകര്യം പോലെ. ചായ, ഒരു 6 മാസമുള്ളിൽ നമുക്ക് ആധാരവും നടത്താം. എന്താ പോരെ? മതി. പിന്നെ എഗ്രിമെന്റിന്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കൊണ്ടുപോവാ, ഞാൻ ഒപ്പിട്ട് തരാം. ഈ അവസ്ഥയില് സുഖമില്ലാത്തോണ്ട് എനിക്ക് പുറത്തൊന്നും വരാൻ പറ്റില്ല. എനിക്കാണെങ്കിലേ ഇതിലൊന്നും വിശ്വാസവും ഇല്ല. വാക്കാണ് എനിക്ക് വലുത്. ഞങ്ങൾക്ക് വാക്കാണ് വലുത്. എഴുത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോ ഇച്ചാൻ വേണമെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ വരാ ചന്ദ്ര. ഇന്നലെ എടുത്ത് 3000 കുറവുണ്ട്, ഒന്നും തികച്ചില്ല. ഓ ജേഷ മോനെ, ഞാൻ എന്താണ്? എടാ ഒരു 3000 എടുത്ത്. എന്തിന്? എടാ ഒരു 3000 കുറവുണ്ടാ നീതാ. ചന്ദ്ര വിട്ടു. ആ ശരി. ഇച്ചായ, ഇതൊന്നുണ്ട്. ചായ, സാധാരണ ഇത് കിഴക്ക് പടിഞ്ഞാറാ. അതൊന്നും നോക്കണ്ട, ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് പിടിച്ചേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ചേച്ചി, ചായ ഗംഭീരം. എന്നാ കാണാം. ശരി. എന്നാ ശരി.